നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നവന് ദുർമരണമാണ് ബലം. അനാവശ്യം പറയരുത്. ഈ സമയത്ത് എവിടെന്നോ പൊട്ടിമുളച്ച് വന്നതുപോലെ ഒരു സന്യാസി. നിന്റെ മലയാളം വാക്ക് നിന്റെ ബോറ. അതിന്റെ കൂടി ഇനി സംസ്കൃതം കൂടി വേണ്ട. മലയാളം തന്നെ സന്യാസിയുടെ ടോണിലും സ്റ്റൈലിലും ഒക്കെ പറഞ്ഞാ മതി. കേട്ടല്ലേ? ആ അവര് വരുന്നുണ്ട്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. സന്യാസി വേഷം ശരിക്കും തകർക്കണം. ഓക്കെ. ആ വാ. ചെരുപ്പ് ആരും വേണ്ട, നീ വാ. തിരുമേനി, താലി പൂജയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. താലി കൊണ്ടുവന്നിട്ടുണ്ട്. പയ്യന്റെ പേരും നാളും? ഗൗതം, തൃക്കേട്ട നക്ഷത്രം. വന്ദന, ചതയ നക്ഷത്രം. ആയിക്കോട്ടെ. ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് താലി തന്നേക്കൂ. ആദ്യം മനസ്സിൽ ദേവീ മന്ത്രം ഉരുവിടണം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അതിനുശേഷം താലി തട്ട് കൈമാറുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. താലി നിലത്ത് വീണുപോയല്ലോ. എന്ത് പറ്റി സുഭദ്രാമേ? അറിയില്ല തിരുമേനി. അശുഭലക്ഷണം. ദേവിസന്നിധിയിൽ വെച്ച് വിധിപ്രകാരം പൂജിക്കപ്പെടേണ്ട താലിക്ക് ശ്രീകോവിലിനകത്ത് ചെല്ലാൻ യോഗമുണ്ടായില്ല. തികഞ്ഞ അശുഭലക്ഷണം. ഈ താലി ധരിക്കാൻ പോകുന്നവൾ അശുഭജന്മമാണ്. ജാതകദോഷകാരിയ. മരണം ഒരു നിഴൽ പോലെ അവൾക്ക് പിറകെ നടക്കുകയാണ്. അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നവന് ദുർമരണമാണ് ബലം. അനാവശ്യം പറയരുത്. ഈ സമയത്ത് എവിടെന്നോ പൊട്ടിമുളച്ച് വന്നതുപോലെ ഒരു സന്യാസി. അബദ്ധത്തിൽ താലിമാല നിലത്ത് വീഴുന്നതൊക്കെ സ്വാഭാവികമല്ലേ? അതിന് അശുഭലക്ഷണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണോ വേണ്ടത്? എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല.
സന്യാസിയുടെ മഹത്വങ്ങൾ അറിയാതെ അബദ്ധങ്ങൾ വിളിച്ചു പറയരുത്. ആപത്താണ്. അവിവേകം പൊറുക്കണം സ്വാമി. മംഗളം ഭവിക്കട്ടെ മകളെ. പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ താലി കെട്ടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയത് അബദ്ധമായി പോയി. പെണ്ണിന്റെ ജാതകവിധി പ്രകാരം അവൾ അമ്മായിയമ്മയും കൊല്ലുന്നവളാണ്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ദുർമരണം സംഭവിച്ചതായി നാം കാണുന്നുണ്ട്. മുൻപ് പെൺകുട്ടിയെ കെട്ടാനിരുന്ന രാജീവും അയാളുടെ അമ്മയും കൊല്ലപ്പെട്ട ചരിത്രം അവര് നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അപ്പോ സ്വാമി പറയുന്ന സത്യമല്ലേ? ദേവി, മഹാമായി, അമ്മേ, അമ്മേ. സുഭദ്രാമ്മ കാല് വഴുതി വീഴാൻ പോയതും അശുഭ ലക്ഷണം തന്നെയാണ്. അമ്മേ, ഇതൊക്കെ വെറും തട്ടിപ്പാ, അന്ധവിശ്വാസങ്ങളാ. മനുഷ്യരെ വിഡ്ഢികളാക്കാൻ ചിലർ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക. അമ്മ ഇതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. വിധി പോലെ വരട്ടെ. എല്ലാം അനുഭവിച്ചു. സ്വാമിജി പോകരുത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കാര്യ. അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാനും എന്റെ മോനും വളരെ ആഗ്രഹിച്ചു പോയി. ഞങ്ങളെ നിരാശപ്പെടുത്തരുത് സ്വാമി. ആ കുട്ടിയുടെ ദോഷത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം. പെൺകുട്ടിയുടെ ജാതകദോഷം ജന്മനേ ഉള്ളതാണ്. അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. ആകെ ഒരു പരിഹാരം മാത്രമേ നാം കാണുന്നുള്ളൂ. ഈ വിവാഹബന്ധം ഉപേക്ഷിക്കുക. ദേവി നാവിൻ തുമ്പിൽ വന്ന് പറഞ്ഞത് അച്ചട്ട. നടക്കും, നടന്നിരിക്കും. മരണം ഒന്നല്ല, രണ്ട. അമ്മയും മകനും. അയ്യോ മോനെ, താലി വെച്ച തട്ടം നിലത്ത് വീണത് തന്നെ ഏറ്റവും വലിയ ദുർലക്ഷണ. എല്ലാം അറിയുന്ന അതിദിവ്യനായ സ്വാമിജി പറഞ്ഞതും കേട്ടില്ലേ? ദേ, നമുക്ക് ഈ താലി പൂജയും വേണ്ട, വന്ദനായിട്ടുള്ളൊരു ബന്ധവും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.